ഫോട്ടോഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് ടൂൾ പോലുള്ള ടൂളുകൾ വലുതാക്കുന്നതിനും ചെറുതാക്കുന്നതിനും നമ്മുടെ കീബോർഡിലെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാം. വലുതാക്കുന്നതിന് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്സും ചെറുതാക്കുന്നതിന് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബ്രഷ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് 100 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് നമ്മളിവിടെ ഓരോ തവണ ബ്രഷിൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ അത് വലുതാവുന്നത് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ചെറുതാവുന്നതും ശ്രദ്ധിക്കുക. ഇനി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജോട് കൂടിയിട്ടുള്ളൊരു ബ്രഷാണിത്. അതിൻ്റെ എഡ്ജ് സ്മൂത്ത് ചെയ്യുന്നതിന് കീബോർഡിൽ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ തീരെ സ്മൂത്തല്ല. ഇവിടെ റൈറ്റ് ഇങ്ങനെ ലെസ് ദാൻ എന്നുള്ള അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തി കഴിഞ്ഞാൽ, ഷിഫ്റ്റ് പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫെദറിങ് വർദ്ധിക്കുന്നതാണ്, സ്മൂത്ത് ആവുന്നതാണ്, എഡ്ജ് സ്മൂത്ത് ആവുന്നതാണ്. ഇപ്പോൾ മുഴുവനായി പ്രസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ പോലുള്ള ടൂളുകൾ സ്വീകരിക്കുമ്പോഴും നമുക്ക് ഇത് വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉണ്ടല്ലോ, ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ളതായി. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷാർപ്പ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് വർക്ക് ചെയ്യുക. അപ്പോഴും വളരെ ഷാർപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കേട്ടോ, സ്മൂത്തായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഷാർപ്പായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ജാഗഡ് എഡ്ജസ് എല്ലാം കട്ട് ചെയ്യുന്നതിന് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്താൽ മതി.